ഹായ്. അവസരങ്ങൾ തേടിയിറങ്ങണം. അവസരങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ തേടി വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. അവസരം കണ്ടെത്തി അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്യണം. കാരണം സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കാതെ കടന്നു പോവും. ചിലർ സ്വന്തം മനസാക്ഷിയോട് കള്ളം പറയും, എനിക്ക് ഒരവസരവും കിട്ടിയില്ല എന്ന്. പക്ഷേ നമ്മൾ കണ്ണ് തുറന്നൊന്ന് ചുറ്റും നോക്കിയാൽ ധാരാളം അവസരങ്ങൾ നമുക്ക് ചുറ്റിലും ഉണ്ടാകും. പക്ഷേ നമ്മൾ കാത്തിരിക്കുന്നത്, സ്വപ്നം കാണുന്നത്, ചിന്തിക്കുന്നതൊക്കെ പെട്ടെന്നൊരു ദിവസം ഒരു നിധി കിട്ടി നമ്മൾ രക്ഷപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ഒരു രക്ഷകൻ വന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. എന്നാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ, നമ്മുടെ സ്വപ്നം നേടിത്തരാൻ ഒരാളും ഇങ്ങോട്ട് കടന്നു വരില്ല. അതിന് നമ്മൾ തന്നെ കൈമൈ മറന്നിറങ്ങണം. അതിനായി നിരന്തര ശ്രമം നടത്തണം. കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ചുറ്റും നോക്കണം. നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് ഒരു മാർഗവുമുണ്ട്. ആ മാർഗം നിങ്ങൾ കണ്ടെത്തണം. അതിലേക്ക് ഓടിത്തുടങ്ങണം. ഓട്ടത്തിനിടയ്ക്ക് തളർന്നു വീഴാം, നിരങ്ങി നീങ്ങാം. എന്നിരുന്നാലും ലക്ഷ്യം കൈവിടരുത്. പേടിച്ച് പിന്മാറരുത്. നിങ്ങൾ മനസ്സിൽ നിന്ന് ആദ്യം എടുത്തു കളയേണ്ടത് 2 കാര്യങ്ങളാണ്. 1, മടി. അത് ലൈഫിൽ നിന്നും എടുത്തു കളഞ്ഞില്ലെങ്കിൽ ഒരാളും രക്ഷപ്പെടില്ല. രക്ഷപ്പെട്ട ചരിത്രമില്ല. 2, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്ത. മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും വിചാരിക്കട്ടെ, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കും. ഞാൻ വിജയിച്ചാലും പരാജയപ്പെട്ടാലും അതെൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് മാത്രം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. വിജയത്തിലേക്കുള്ള കുറുക്കുവഴി 2 കാര്യങ്ങൾ മാത്രമാണ്. 1, ഡിറ്റർമിനേഷൻ. 2, ഹാർഡ് വർക്കിംഗ് അഥവാ ദൃഢനിശ്ചയം, കഠിനാധ്വാനം.